നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാണ്. ഈ ലോകത്ത് ഒന്നാമത്തെ പള്ളിയായിട്ട് അറിയപ്പെടുന്നത് മസ്ജിദുൽ ഹറാമാണ്. ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അതാണ് കഅബാലയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവിടെ പുരുഷന്മാർക്ക് എന്നോ സ്ത്രീകൾക്ക് എന്നോ പറഞ്ഞിട്ടില്ല, ജനങ്ങൾക്ക് എന്നാണ്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പള്ളി. മാത്രമല്ല ഖുർആൻ സത്യവിശ്വാസിനികൾക്ക് മാതൃകയായി പറഞ്ഞ രണ്ട് സ്ത്രീകൾ, ഒന്ന് ആസിയ ബീവി, മറ്റൊന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ആ മറിയം ബീവി വളർന്നു വന്നത് തന്നെയും ഒരു പള്ളിയിലായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. മറിയമിനെ ഉമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പള്ളിയിലേക്ക് നേർച്ചയാക്കിയെന്നും പിന്നീട് പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാണെന്നും പെൺകുട്ടിയായ നിലയ്ക്ക് തന്നെ മറിയം ബീവി പള്ളി പരിചരണത്തിന് വേണ്ടി നേർച്ചയാക്കപ്പെട്ടുവെന്നും മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വരുന്നത് തന്നെ പള്ളിയിലായിരുന്നുവെന്നും സക്കരിയ നബിയാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത് എന്നുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത് മലക്കുകൾ അവരോട് പറഞ്ഞു, ഇദ ഖാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ-റാക്കിഈൻ. മറിയമേ, അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ പരിശുദ്ധമാക്കിയിരിക്കുന്നു, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെക്കാളും നിനക്ക് മേന്മ കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു മലക്കുകൾ, യാ മറിയം, മറിയമേ, ഖുനുതി ലിറബ്ബികി, നിന്റെ നാഥന് വേണ്ടി നീ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക, വസ്ജുദി, നീ സുജൂദ് ചെയ്യുക, വർകഈ, നീ റുകൂഅ് ചെയ്യുക, മഅർ-റാക്കിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നീയും റുകൂഅ് ചെയ്യുക എന്ന്. നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി തന്നെയാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടാകുന്നത്. പള്ളിയിൽ വളർന്നു വന്ന മറിയം ബീവി പള്ളിയിലെ ജമാഅത്തിനോടൊപ്പം തന്നെയാണ് തുടർന്ന് നിസ്കരിക്കുവാനുള്ള, ജമാഅത്തായി തന്നെ ആ കർമ്മം നിർവഹിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും സ്ത്രീകൾ പള്ളി പരിചരണത്തിനും പള്ളി വൃത്തിയാക്കുവാനും അടിച്ചുവാരി വൃത്തിയാക്കുവാനും വരാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, പ്രവാചകന്റെ കാലത്ത് ഒരു സ്ത്രീ കാനത്ത് തഖുമ്മുൽ മസ്ജിദ, പള്ളി അടിച്ചുവാരി വൃത്തിയാക്കാറുണ്ടായിരുന്നുവെന്നും അവർ ഒരിക്കൽ കാണാതായപ്പോൾ നബി തിരുമേനി അവരെ അന്വേഷിക്കുകയും അവർ മരിച്ചുവെന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ ഈ പുണ്യകർമ്മം ചെയ്തിരുന്ന ഈ സഹാബ പെണ്ണിന് വേണ്ടി, സഹാബ വനിതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിടത്തിൽ പോയി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തുവെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല താമസിക്കാൻ ഇടമില്ലാത്ത, ഒന്നിനും ഗതിയില്ലാത്ത പാവങ്ങളായ സ്ത്രീകൾക്ക് താമസ സൗകര്യം വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ വിശിഷ്ടമായ പള്ളിയിൽ ഒരുക്കി കൊടുത്തിരുന്നുവെന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹിഹായ ഹദീസിൽ കാണാം. ഈ ഹദീസിന് അധ്യായമായി ഹെഡിംഗായി അദ്ദേഹം കൊടുത്തത് തന്നെ ബാബു നൗമുൽ മർഅത്തി ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെണ്ണ് പള്ളിയിൽ ഉറങ്ങൽ, പെണ്ണ് പള്ളിയിൽ ഉറങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന അധ്യായത്തിലാണ് ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചക തിരുമേനിയുടെ കാലത്ത് ഒരു പെൺകുട്ടി, അവൾക്കാരുമില്ലായിരുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു പെണ്ണിന് താമസ സൗകര്യം വരെ പ്രത്യേകമായ ഒരു ടെന്റ് പള്ളിക്കുള്ളിൽ തന്നെ കെട്ടിക്കൊടുത്തുകൊണ്ട് പള്ളിയിൽ തന്നെ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരു പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും പ്രവാചക തിരുമേനിയുടെ കാലത്ത് പള്ളിക്കുള്ളിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുത്തുവെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതോ നമ്മൾ തെറ്റി മനസ്സിലാക്കിയതോ ആണെന്നൊരു പക്ഷേ മറുപക്ഷത്തുള്ള ചില ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഹദീസിന് വിശദീകരണം എഴുതിയിട്ടുള്ള ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വിശദീകരണം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം
ഈ പെണ്ണ് പള്ളിയിൽ ഉറങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന തലക്കെട്ടോടുകൂടി ഹദീസ് വിശദീകരിച്ചതിന്റെ ശേഷം അദ്ദേഹം പറയുന്നു, വഫിൽ ഹദീസി ഇബാഹത്തുൽ മബീതി വൽ മഖീലി ഫിൽ മസ്ജിദി ലിമൻ ലാ മസ്കന ലഹു മിനൽ മുസ്ലിമീൻ റജുലൻ കാന അവ ഇംറഅതൻ ഇൻദ അംനിൽ ഫിത്നതി. ഫത്ഹുൽ ബാരി 1-ാം വാള്യം 424-ാം പേജ്. വഫിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം ഇബാഹത്തുൽ മബീതി, പള്ളിയിൽ താമസിക്കൽ അനുവദനീയമാണെന്ന്, വൽ മഖീലി, അവിടെ ഉറങ്ങലും അനുവദനീയമാണ്, ലിമൻ, ആർക്ക്, ലാ മസ്കന ലഹു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് താമസിക്കാൻ സൗകര്യമില്ലാത്ത, പുരയും വീടും കിടപ്പാടവുമില്ലാത്ത പാവങ്ങളെ താമസിപ്പിക്കാം പള്ളിയിൽ. റജുലൻ കാന അവ ഇംറഅതൻ, അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇൻദ അംനിൽ ഫിത്നതി, പെണ്ണിനെ പള്ളിയിൽ താമസിപ്പിക്കൽ മുഖേന പ്രത്യേക കുഴപ്പങ്ങൾക്കൊന്നും സാധ്യതയില്ലെന്ന് കണ്ടാൽ പെണ്ണിനെയും പള്ളിയിൽ താമസിപ്പിക്കാമെന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ചില ആളുകൾ പറയുന്നത് പ്രവാചകന്റെ കാലത്ത് പെണ്ണുങ്ങൾ ആദ്യകാലത്ത് പോയെങ്കിൽ ഹിജാബിന്റെ ആയത്തോടുകൂടി, അഥവാ സ്ത്രീകൾ പർദ്ദയിടണമെന്നും മറയിലിരിക്കണമെന്നുമുള്ള ആയത്തിറങ്ങിയതിന്റെ ശേഷം ഒരൊറ്റ പെണ്ണും പള്ളിയിൽ പോയിട്ടില്ലെന്നും ഒരൊറ്റ പെണ്ണുങ്ങളോടും പോകരുതെന്ന് പ്രവാചകൻ കർശനമായി വിലക്കിയിട്ടുണ്ടെന്നും ചില ആളുകൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പെണ്ണ് പള്ളിയിൽ പോകരുതേ എന്ന് നിഷിദ്ധമാക്കുന്ന ഒരായത്ത് ഹിജാബിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കുക. നിങ്ങളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കണം. ഖുർആനിൽ പെണ്ണ് പള്ളിയിൽ പോകൽ നിഷിദ്ധമാണെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരൊറ്റായത്ത് പോലും അവതരിക്കപ്പെട്ടിട്ടില്ല. ഇവര് ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുന്ന ആയത്ത് തന്നെ എന്താണ് പറയുന്നതെന്നോ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങൾ ജാഹിലിയ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെ പുറത്തിറങ്ങരുത് എന്നാണ്. മാറും ശരീരത്തിന്റെ ഭാഗങ്ങളും പുറമേ പ്രദർശിപ്പിച്ചുകൊണ്ട് അനിസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങരുത് എന്ന് ആ ആയത്ത് കൊണ്ട് പടച്ചതമ്പുരാൻ വിലക്കിയിട്ടുള്ളൂ. ആ ആയത്തിന്റെ തന്നെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പെണ്ണുങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പെണ്ണുങ്ങൾ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുത്, അനാവശ്യമായ വേഷത്തിൽ, ആവശ്യങ്ങൾക്കല്ലാതെ അവൾ പുറത്തു പോകരുത്. എന്നിട്ട് ഏതൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഒമിനൽ ഹവായിജി ശർഇയ്യ അസ്സലാത്തു ഫിൽ മസ്ജിദി, ശർഈയായ മതപരമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് പള്ളിയിൽ പോയി നിസ്കരിക്കൽ, അതിനു പെണ്ണിന് പോകാമെന്ന് പ്രത്യേകം ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കുകയാണ്. എത്രയോ മുഫസ്സിറുകൾ ഈ ആയത്തുകളെ വിശദീകരിച്ചപ്പോൾ ലോകത്തൊരൊറ്റ മുഫസ്സിറും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണിന് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് ഇന്നേവരെ പറഞ്ഞിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ ജുമാക്ക് പോകൽ നിർബന്ധമാണെന്ന് നമ്മൾ വാദിക്കുന്നില്ല. പെണ്ണിന് ജുമാക്ക് പോയാൽ ജുമയുടെ കൂലി കിട്ടുമോ, പോകൽ അനുവദനീയമാണോ, ഇതേ നമ്മൾ പറയുന്നുള്ളൂ. പോയാൽ കൂലിയുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പെണ്ണ് പുരുഷനെ പോലെ തന്നെ പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്നോ പോയില്ലെങ്കിൽ കുറ്റക്കാരിയാണെന്നോ നമുക്ക് വാദമില്ല. പോയാൽ പുരുഷന് കിട്ടുന്നത് പോലെ 27 ഇരട്ടി അവൾക്കും കിട്ടുമോ? പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിപ്പാതയുടെയും കൂലി അവൾക്കും കിട്ടുമോ? അതേപോലെ തന്നെ പള്ളിയിലിരുന്നാൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയമത്രയും അവൾക്കും അതിന്റെ പ്രതിഫലം പുരുഷനെ പോലെ കിട്ടുമോ? കിട്ടുമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത്. അതല്ലാതെ അത് പെണ്ണ് പള്ളിയിൽ പോകൽ ഹറാമാണ്, അവൾ പുറത്തിറങ്ങിയാൽ ഫിത്നയാണ്, ഫസാദാണ്, കുഴപ്പമുണ്ടാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തടയുകയാണെങ്കിൽ, കുഴപ്പമുണ്ടാകുകയാണെങ്കിൽ പെണ്ണിന് പള്ളിയിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും തടയണമെന്നാണ്. പെണ്ണ് കല്യാണത്തിന് പോയാൽ കുഴപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ പോക്ക് ഹറാമാണ്. പെണ്ണ് വേറെ എവിടെയെങ്കിലും പോയാൽ കുഴപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ പോക്ക് നിഷിദ്ധമാണ്. ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് പള്ളികളിൽ പ്രത്യേകമായി സൗകര്യപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളിൽ പ്രത്യേകം ഹൗദിൽ നിന്ന് ഉറുവെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത് ഹറാമായി കാണുന്ന ആളുകൾ അതേ പെണ്ണുങ്ങൾക്ക് തന്നെ അനിസ്ലാമിക വേഷത്തോടുകൂടി ജാറം അറ്റാച്ച്ഡായ പള്ളികളിൽ ജാറങ്ങളിലേക്ക് ഏത് ശൈത്താന്റെ വേഷത്തിലും പോകുന്നതിന് ഈ പണ്ഡിതന്മാർ എതിര് കാണുന്നില്ല. അവിടെ പെണ്ണുങ്ങൾക്ക് എവിടേക്കും പോകാം. പെണ്ണിന് ജാറത്തിലേക്ക് പോകാം, കുഴപ്പമില്ല. പെണ്ണിന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാം, കുഴപ്പമില്ല. രാത്രിയിൽ വരെ
മുസ്ലിയാന്മാരുടെ വഴല് കേൾക്കാൻ പെണ്ണുങ്ങൾക്ക് പാതിരക്ക് വരെ വഴലിന്റെ പ്രത്യേക മൈതാനങ്ങളിലേക്ക് പോകാം, അവിടെയൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഹൗദിൽ നിന്ന് ഉതുവെടുത്തുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട പള്ളിയുടെ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് മുസ്ലിം സ്ത്രീ ദുഹറോ അസറോ മഗ്രിബോ ഇശയോ സുബ്ഹോ ജുമുഅയോ ഖിയാമുൽ ലൈലോ ഗ്രഹണ നമസ്കാരമോ പെരുന്നാൾ നിസ്കാരമോ മറ്റേതെങ്കിലും നമസ്കാരങ്ങളോ നിർവഹിച്ചാൽ അത് ഹറാമാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.